Hello everyone, welcome to Academically. Shiva this side, I'll be your host for the day. First ever Hopra examination result announced ആയിട്ടുണ്ട്. പതിവ് പോലെ we have a lot of success stories to share with you. നമ്മുടെ തന്നെ നാട്ടിലുള്ള പ്രിയമോൾ ഐ തിങ്ക് ഞാനൊരു രണ്ട് രണ്ട് വർഷം മുമ്പാണെന്ന് തോന്നുന്നു ആദ്യമായിട്ട് പ്രിയരായിട്ട് സംസാരിക്കുന്നത്. 1 or 2 years. ഒരു ലോങ് ഡിസ്കഷൻസ് നമുക്ക് ഇതിനു മുമ്പ് നടന്നിട്ടുണ്ട്. മൾട്ടിപ്പിൾ ടീം മെമ്പേഴ്സ് അതിന്റെ ഇടയിൽ ഞാനും സംസാരിച്ചതായിട്ട് ഓർക്കുന്നുണ്ട്. ഇപ്പൊ പ്രിയയെ പറ്റി എനിക്കറിയാവുന്ന പ്രിയ ഇസ് ഫ്രം കേരള. സ്റ്റഡീസ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് തമിഴ്നാട്ടിൽ നിന്നാണ്, ചെട്ടിനാട് കോളേജ് ഓഫ് ഫാർമസി. അപ്പോൾ ഞങ്ങൾ ഒരുപാട് പ്രാവശ്യം വിസിറ്റ് ചെയ്തിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടും കൂടെയാണ്. ഓക്കെ, അപ്പൊ ഇന്ന് as we always say, each one of you, each student is special. They have got something unique with them. അപ്പോ ഓരോരുത്തരുടെ എക്സ്പീരിയൻസസ്, നിങ്ങളുടെ സ്റ്റോറീസ് that make things really best for us. I've already told you this, Priya. Congrats for താങ്ക് യു this big achievement. This is താങ്ക് just a beginning. തുടക്കം മാത്രമാണ്. അതെ ഇനിയും നമുക്ക് എന്താ പറയുക, സ്റ്റെപ്സ് ഉണ്ട് കംപ്ലീറ്റ് ആവാനായിട്ട്. അതെല്ലാം വളരെ വളരെ നന്നായിട്ട് കംപ്ലീറ്റ് ചെയ്യട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. താങ്ക് ഓക്കെ. യു. എന്തായിരുന്നു പ്രിയയുടെ ഒരു ഇത്? ഓസ്ട്രേലിയ ഇന്ത്യ സമയ വ്യത്യാസം ഉണ്ട്. രാവിലെ എഴുന്നേറ്റാണോ നോക്കിയത്? എന്തായിരുന്നു ഇന്നത്തെ ഒരു കഥ? എന്തായിരുന്നു? ഇന്നത്തെ കഥ പറഞ്ഞാല് രാവിലെ ഇന്ന് റിസൾട്ട് വരുമെന്ന് അറിയായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ ഡിസ്കോഡിൽ പോയി ചെക്ക് ചെയ്തപ്പം ആരും റിസൾട്ട് വന്നെന്നൊന്നും പറഞ്ഞ് കേട്ടില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു അപ്പൊ ഉച്ചയൊക്കെ കഴിയുമായിരിക്കും, അങ്ങനെ വിചാരിച്ചു. അത് കഴിഞ്ഞ് ഞാൻ ഉറങ്ങാൻ കിടന്നു കഴിഞ്ഞിട്ട് ഒരു 3 മണിയൊക്കെ ആയപ്പോ ഇങ്ങനെ ഉറക്കം വന്നില്ല. ഞാൻ ഉറക്കം വരാതെ ഇങ്ങനെ തിരിഞ്ഞു വന്നത് ചുമ്മാ എടുത്ത് ഫോൺ എടുത്തിട്ട് ഞാൻ ഇങ്ങനെ ലോഗിൻ ചെയ്ത് നോക്കിയപ്പോ റിസൾട്ട് വന്നായിരുന്നു. അങ്ങനെ പെട്ടെന്ന് വന്നു. നിങ്ങൾക്കുണ്ടായിരുന്ന ഏറ്റവും വലിയ ഒരു സംഭവം എന്ന് പറയുന്നത്, ഞാൻ വിശ്വസിക്കുന്ന നിങ്ങൾ ക്യാപ്സിന്റെ സമയത്താണ് പ്രിപ്പറേഷൻ ആ, അതെ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അതെ ഓക്കെ. അതെ പെട്ടെന്നായിരുന്നു ഇങ്ങനെ ഒരു അറ്റാക്ക് ഉണ്ടാകുന്നത് എ പി അതെ സിയുടെ സൈഡിൽ നിന്ന്. ആ അതെ അതെ. സമയത്ത് എങ്ങനെയായിരുന്നു ആ, ഒരു മൈൻഡ് സെറ്റ് എങ്ങനെയായിരുന്നു? എങ്ങനെയാണ് അത് കോപ്പപ്പ് ചെയ്തത്? ഒരു പുതിയ എക്സാം, നമ്മൾ പഠിക്കുന്ന എല്ലാം പഴയ എക്സാംസിനെ ബേസ് ചെയ്താണ്. അതെ അതെ കംപ്ലീറ്റ്ലി ന്യൂ. ഞങ്ങൾ ഒരുപാട് എഫേർട്ട് ഇട്ടാണ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ടൊക്കെ ട്രൈ ചെയ്തിട്ടുള്ളത്. അപ്പൊ അതെ. എന്തായിരുന്നു പ്രിയ എങ്ങനെയാണ് അത് ടാർഗറ്റ് ചെയ്തത്? ഞാനാണെങ്കിൽ ഇതിൽ അക്കാഡമിക്കിൽ ജോയിൻ ചെയ്യുന്നത് 2023 ഡിസംബറിലാണ്. സോ അപ്പൊ മാർച്ചിലെ ബാച്ചിലാണ് ഞാൻ കയറിയത്. അപ്പൊ ക്യാപ്സ് ആയിരുന്നു ക്ലാസ് എല്ലാം, ക്യാപ്സിന്റെ ക്ലാസ് ആയിരുന്നു. ആദ്യമൊക്കെ പ്രോജക്ടിന്റെ വർക്ക് ഉള്ള കാരണം ക്യാപ്സിന്റെ ക്ലാസ് കുറെ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോ വിഷമിച്ചായിരുന്നു. ഓ ഇനി എങ്ങനെയാവും എക്സാം ഒക്കെ എന്ന് പറഞ്ഞപ്പോ പറഞ്ഞു, കുറച്ച് കഴിഞ്ഞ് പറഞ്ഞു ഇപ്പൊ ഞങ്ങൾക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല, സർട്ടിഫിക്കറ്റ് ഒക്കെ വരണം എന്നൊക്കെ പറഞ്ഞു. അപ്പോ അതാണ് കുറച്ച് ആശ്വാസമായി, പഠിക്കാൻ സമയമുണ്ടല്ലോ. അങ്ങനെ അങ്ങനെ ഇരുന്നപ്പോഴാണ് പറഞ്ഞത് എക്സാം ക്യാപ്സ് അല്ല, ഇനി തൊട്ട് കുറച്ച് വ്യത്യാസം ഉണ്ട്, ഓപ്ര എന്ന് പറഞ്ഞ എക്സാം ആക്കി മാറ്റി എന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ അറിഞ്ഞ ഉടനെ ഭയങ്കര എന്താ പേടിയായിരുന്നു, എന്താണ് നടക്കാൻ പോകുന്നത്, ഇനി അടുത്ത എന്താവും അങ്ങനെ. പക്ഷെ അക്കാഡമിക്കിലെ ടീമാണെങ്കിൽ പിന്നെ കോണ്ടാക്ട് ചെയ്തു, എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യാം, ഒന്നുകൊണ്ട് പേടിക്കണ്ട, നമ്മളെല്ലാം കവർ ചെയ്യുന്നതായിരിക്കും, നിങ്ങൾക്ക് അത്യാവശ്യം സമയമുണ്ട്, പഠിച്ചു തീർക്കാൻ പറ്റും എന്നൊക്കെ അവരിങ്ങനെ ഒത്തിരി സപ്പോർട്ട് ചെയ്തു. അതുകൊണ്ട് മാത്രമാണ് എനിക്ക് തന്നെ എഴുതാൻ ഒരു കോൺഫിഡൻസ് ഉണ്ടായത്. Okay. ഒരു വർഷത്തോളം ക്യാപ്സിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത ഒരാള്. അതെ ഓക്കെ. അതെ. ആ എക്സാമിനെ പറ്റി വളരെ നന്നായിട്ട് അറിയായിരിക്കും. ഈ ഒരു അതെ. എക്സാം അറ്റൻഡ് ചെയ്തു. എന്താണ് എന്തെങ്കിലും വ്യത്യാസം തോന്നിയോ? എന്താണ് നമുക്ക് ഒരു 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 നമ്മളായിട്ട് മനസ്സിലാക്കിയത് എന്താണ്? പഠിക്കാൻ കുറച്ച് കൂടുതലുണ്ട്, പക്ഷെ നമ്മൾ പഠിച്ചാൽ നമ്മളെ കൊണ്ട് പറ്റും. അവരുടെ ക്ലാസ് എല്ലാം അറ്റൻഡ് ചെയ്യണം. നോട്ട്സ് എല്ലാം നല്ല നോട്ട്സ് ആണ്. അവരിങ്ങനെ പഠിക്കാൻ എളുപ്പത്തിൽ രീതി പറഞ്ഞു തരും. അപ്പോ എല്ലാ ദിവസവും ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് പറയുന്ന പോലെയൊക്കെ നമ്മൾ ചെയ്താൽ നമ്മളെ കൊണ്ട് പഠിക്കും, ആർക്ക് വേണേലും എഴുതാൻ പറ്റും. അങ്ങനെ ക്ലാസ് കറക്റ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്താൽ മതി. മോക്ക് എക്സാം ഒക്കെ നടത്തും, അപ്പൊ നമുക്ക് മനസ്സിലാവും ക്വസ്റ്റ്യൻസ് ഒക്കെ ഇങ്ങനെയാണ് വരുന്നത്. അങ്ങനെ ക്യാപ്സും ഓപ്പറയും തമ്മിൽ വലിയ വ്യത്യാസം തോന്നിയായിരുന്നു അറ്റൻഡ് ചെയ്തപ്പോഴത്തേക്കും? ഞാൻ ക്യാപ്സ് അത്രയ്ക്ക് പഠിച്ചില്ലായിരുന്നു. പക്ഷെ എനിക്ക് എന്റെ ഒരു കാഴ്ചപ്പാട് വെച്ച് ഓപ്ര കുറച്ചുകൂടി ഈസി ആണെന്ന് തോന്നുന്നു. ഓക്കെ. ഒബ്വിയസ്ലി നമ്മൾ ഒരു പോയിന്റ് ഓഫ് വ്യൂ നോക്കുവാണെങ്കിൽ അതൊരു ഈസിയാണ്. രണ്ടര മണിക്കൂറേ ഉള്ളൂ പരീക്ഷ. മറ്റേത് രാവിലെ പോയാലും വൈകിട്ടേ തിരിച്ച് വരാനായിട്ടൊക്കെ അതെ പറ്റത്തുള്ളൂ. അതെ. ഓക്കെ. ഇപ്പോ ഞാൻ എല്ലാ ഇതിലും ചോദിക്കുന്ന ഒരു ചോദ്യം തന്നെയാണ് പ്രിയ. നമുക്ക് പഠിക്കുമ്പോൾ നമ്മുടേതായിട്ടുള്ള സ്ട്രോങ് ഏരിയാസ് ഉണ്ടാവും,
അതേപോലെ നമുക്ക് ഫോക്കസ് ഏരിയാസ്, ഐ വിൽ നെവർ സേ ദാറ്റ് വീക്ക് ഏരിയാസ്, ബട്ട് ഫോക്കസ് ഏരിയാസ് നമുക്ക് ഉണ്ടായിരിക്കും. പ്രിയയ്ക്ക് അത് എങ്ങനെയായിരുന്നു? സ്ട്രോങ് എവിടെ, നമുക്ക് നമ്മുടെ ഫോട്ടോ എവിടെയായിരുന്നു, അതല്ലെങ്കിൽ നമ്മൾ എഫേർട്ട് ഇടേണ്ടി വന്നത് എവിടെയായിരുന്നു, അത് ഏതൊക്കെയായിരുന്നു ടോപ്പിക്സ്? എനിക്ക് ആന്റി ബാക്ടീരിയൽ ഡ്രഗ്സ് അതൊക്കെ കുറച്ച് കഷ്ടമായിരുന്നു. ഞാൻ കാരണം അത് കുറച്ച് സമയം എടുത്ത് പഠിച്ചു തീർക്കാൻ വേണ്ടി ലാസ്റ്റ് ടോപ്പിക് അതായിട്ടായിരുന്നു വന്നത്. കുറച്ച് പഠിച്ചതിൽ അതും എളുപ്പമായേനെ, പക്ഷെ ഞാൻ കുറച്ച് മാറ്റി വെച്ചു. അത് പിന്നെ പഠിക്കാൻ പറഞ്ഞു, അത് കാരണം കുറച്ച് കഷ്ടമായിരുന്നു. ബാക്കിയെല്ലാം തന്നെ ഞാൻ അപ്പപ്പോ പഠിച്ചു പോയ കാരണം എനിക്ക് അത്രയ്ക്ക് ഡിഫിക്കൽട്ട് തോന്നിയില്ല. അപ്പൊ ഈ എന്താ പറയാ, ഒരു കൺഫ്യൂഷനിൽ ഇപ്പം പ്രിയ ഒരു സ്റ്റേജിൽ നിന്ന ഒരു ടൈമിൽ ഇത് ചെയ്യണോ വേണ്ടയോ എന്ന രീതിയിൽ നിൽക്കുന്ന ഒരുപാട് പേരുണ്ടാവും. അവർ ചിലപ്പോൾ ഇത് കേൾക്കുന്നുണ്ടാവും. അപ്പോ അവർക്ക് എന്താണ് പറയാനായിട്ടുള്ളത്? ബീങ് എ പേഴ്സൺ ഹു ഹാവ് ഡൺ ട്രാവൽ ത്രൂ ദാറ്റ് ജേർണി, എന്താണ് പറയാനുള്ളത്? നിങ്ങൾ കുറച്ച് എഫേർട്ട് എടുക്കാൻ റെഡി ആയാല് നിങ്ങളെ കൊണ്ട് പറ്റും എന്നാണ് എനിക്ക് പറയുന്നത്. ഞാൻ ഒരു ആവറേജ് സ്റ്റുഡന്റ് ആണ്, എനിക്കറിയാം എന്നെ കുറിച്ച് ഞാൻ ഇങ്ങനെ എഴുതിയെന്നൊക്കെ. നിങ്ങളെ ഈ അക്കാഡമിക്കലി ടീം നല്ലപോലെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ പുറത്തുനിന്നൊന്നും പഠിക്കേണ്ട ഓരോ ആവശ്യവും ഇല്ല. ഇവരുടെ നോട്ട്സ് തന്നെ വെച്ച് പഠിച്ചാൽ മതി. എക്സാം ഒക്കെ ആണെങ്കിലും ഇവർ ചെയ്യുക, ഇവർ റെഡിയാക്കി തരും ക്വസ്റ്റ്യൻസ് അങ്ങനെയൊക്കെ. ഇപ്പൊ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് സംശയം ചോദിക്കാൻ പറ്റും. ഇപ്പൊ ക്വസ്റ്റ്യൻസ് ഒക്കെ മനസ്സിലാകുന്നില്ലെങ്കിൽ ചോദിച്ചാൽ എന്തോരം വേണേലും പറഞ്ഞ് മനസ്സിലാക്കി തരും. എനിക്കത് ഒത്തിരി ഹെൽപ്ഫുൾ ആയിരുന്നു. സോ നിങ്ങൾ റെഡി, കുറച്ച് എഫേർട്ട് ഇടാൻ തയ്യാറായാൽ ആരെ കൊണ്ട് വേണമെങ്കിലും പറ്റും. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇറ്റ്സ് അബൌട്ട് ഹൗ അക്കാഡമിക്കലി ഹെൽപ്പ് യു. ഇപ്പൊ നമ്മൾ സംസാരിച്ചതിൽ മുഴുവൻ പ്രിയ മെൻഷൻ ചെയ്തിട്ടുള്ളത് അത് തന്നെയാണ്. ബട്ട് എനിക്ക് അറിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, പ്രിയ വർക്ക് ചെയ്തോണ്ടാണോ പ്രിപ്പയർ ചെയ്തത്, അതോ ഇതിനു വേണ്ടി മാത്രം നിന്നാണോ? എങ്ങനെയായിരുന്നു സ്റ്റഡി റുട്ടീൻ, എങ്ങനെയായിരുന്നു? ഞങ്ങൾക്ക് എക്സാം ലേറ്റ് ആയിട്ടാണ് നടന്നത്. അപ്പോൾ സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടാൻ താമസിച്ചു. അതാണ് വർക്കിന് പോകാൻ എനിക്ക് പറ്റില്ല. എനിക്ക് ജോബ് ഓഫർ കിട്ടി, പക്ഷെ അപ്പോ എന്റെ പേരൻസിന് കുറച്ച് ഹെൽത്ത് പ്രോബ്ലംസ് ഒക്കെ വന്നാലും എനിക്ക് വീട്ടിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഞാൻ ജോലിക്കൊന്നും പോയില്ല, വീട്ടിൽ നിന്ന് തന്നെയാണ് പഠിച്ചത്. വീട്ടിൽ നിന്ന് തന്നെയാണ് പഠിച്ചത്. അപ്പൊ എങ്ങനെയായിരുന്നു റുട്ടീൻ? എത്ര നേരം ഇരിക്കുമായിരുന്നു ഡെയിലി ബേസിസിൽ? ക്ലാസ് ഉള്ള സമയത്ത് ഫുള്ള് ക്ലാസ്സിൽ നിന്ന് അറ്റൻഡ് ചെയ്യും. പിന്നെ പിറ്റേ ദിവസം ക്ലാസ് തുടങ്ങുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പ് ഇരുന്നിട്ട് തലേ ദിവസത്തെ ക്ലാസ് ഇങ്ങനെ ഫുള്ള് തിരിച്ച് പിന്നെ പഠിച്ചു നോക്കും. എക്സാമിന്റെ ഒരു മാസം ഫുള്ള് പഠിക്കുമായിരുന്നു. ഇങ്ങനെ ടൈം ടേബിൾ ഇടും, ഓരോ സബ്ജക്റ്റിന് ഇത്രയും സമയം അങ്ങനെ ടൈം ടേബിൾ ഇട്ടാണ് പഠിച്ചു തീർത്തത്. പിന്നെ ലാസ്റ്റ് 1 വീക്ക് ഫുള്ളായിട്ട് മോക്ക് എക്സാം, പിന്നെ ക്വസ്റ്റ്യൻസ് എല്ലാം അറ്റൻഡ് ചെയ്യും. അത് റിപ്പീറ്റ് അടിച്ച് അറ്റൻഡ് ചെയ്തു. പിന്നെ കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്, അതൊക്കെ ഇട്ടിട്ട് നോക്കി അങ്ങനെയാണ്. എന്തായാലും ഐ വൺസ് അഗൈൻ ഇറ്റ്സ് എ ബിഗ് അച്ചീവ്മെന്റ്. വലിയൊരു ദിവസമാണ്. ഡു സെലിബ്രേറ്റ്, റൈറ്റ്? സോ ഇനിയും വി ഹാവ് മോർ ടു കം, മോർ ടു അച്ചീവ്. അപ്പൊ അതിനെല്ലാത്തിനും ഞങ്ങളുടെ എല്ലാവരുടെ സൈഡിൽ നിന്ന്, ഫ്രം ദി എൻറ്റയർ ഫാമിലി ഓഫ് അക്കാഡമിക്കലി, ഐ വിഷ് യു ദ വെരി ബെസ്റ്റ് ലക്ക്, റൈറ്റ്? യു ഹാവ് ടു ഡു വെൽ ആൻഡ് വി ആർ there with you. Once a promise made, we will ensure that. അപ്പോൾ throughout ഞങ്ങൾ ഉണ്ടാവും. We will ensure that you have the best career set. That's what we work together with you. So once again, congrats, Priya. Thank you. Thank you so much for joining. Thank you.